മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ AC കട്ട് ഓഫാണ്. നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാനിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാനിനൊരു പ്രശ്നമുണ്ടെന്നുള്ളത്? ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ വാഹനത്തിനകത്തുള്ള അല്ലെങ്കിൽ ക്ലസ്റ്റർ മീറ്ററിലുള്ള ഒരു ഓവർ ഹീറ്റ് വാർണിംഗ് ലൈറ്റ് കാണിച്ചു. പ്രത്യേകിച്ച് 3 സിലിണ്ടറൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ആ വാഹനം വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാനിന് കംപ്ലൈൻറ്റ് ഉണ്ട്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും തന്നെ ചെയ്യാനില്ല. വാഹനം സൈഡിലോട്ട് ഒതുക്കിയതിന് ശേഷം ഹുഡ് തുറന്ന് നോക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹുഡ് തുറക്കുക. നേരെ താഴെ കാണുന്ന ഒരു റേഡിയേറ്റർ ഫാൻ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ കാണുന്ന റേഡിയേറ്റർ ഫാൻ ഈവൻ കറങ്ങുന്നുണ്ടോ നോക്കുക. ഇൻ കേസ് ഈ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പണി അറിയത്തില്ലെങ്കിൽ, വാഹനം സൈഡിലോട്ട് ഒതുക്കി നിർത്തുക. ഏറ്റവും അടുത്തുള്ള റോഡ് അസിസ്റ്റൻസിനെ വിളിക്കുക. അതായത് നിങ്ങളുടെ വാഹനം ഏതാകട്ടെ ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് സർവീസിനെ വിളിച്ച് അവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കി ഫ്യൂസ് പോയതാണെങ്കിൽ ഫ്യൂസ് മാറ്റിത്തരും. അല്ലെങ്കിൽ ഇനി ഫാൻ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടോ ചെയ്തുകൊണ്ട്, അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടല്ല, ടോ ചെയ്ത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അതിൻ്റെ റേഡിയേറ്റർ ഫാൻ മാറേണ്ടി വരും. ഇനി മാറാതെ നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ വാഹനത്തിൻ്റെ എൻജിന് കംപ്ലൈൻറ്റ് വരും. അതായത് എൻജിൻ എങ്ങനെ കംപ്ലൈൻറ്റ് വരുമെന്ന് ചോദിച്ചാൽ ആദ്യം പ്രശ്നം വരുന്ന ഹെഡ് ഗ്യാസ്കറ്റ് എന്ന് പറയുന്നൊരു യൂണിറ്റിലാണ്. ഈ ഹെഡ് ഗ്യാസ്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എൻജിൻ ഓയിലും കൂളൻറ്റും ഒക്കെ നമ്മൾ ഈ പറയുന്ന എൻജിനകത്തൂടെ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഇതിനെ 2 പോർഷൻസ്, അതായത് ഹെഡിൻ്റെ നമ്മുടെ ബ്ലോക്കിൻ്റെ പോർഷൻ കൂടെ ഒന്നിച്ചാണ് വെക്കുന്നത്. ഇങ്ങനെ സാൻഡ്വിച്ചായിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാസ്കറ്റ് വെക്കുന്നുണ്ട്. ഈ ഗ്യാസ്കറ്റിനൊക്കെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് മേളിലോട്ട് അതിന് പറ്റില്ല, വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് കംപ്ലൈൻറ്റ് വരും. അതിന് പ്രശ്നം വരുമ്പോഴാണ് ഓയിലും കൂളൻ്റും ഒക്കെ കൂടെ മിക്സ് ആകുന്നത്. ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിനിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എൻജിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിന് കംപ്ലൈൻറ്റ് വരും. അതായത് കണക്റ്റിംഗ് റോഡ് ഒടിഞ്ഞു പോകാം, പിസ്റ്റന് പ്രശ്നം വരാം, സിലിണ്ടേഴ്സിനകത്ത് സ്ക്രാച്ചസ് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എൻജിൻ പണിയിലോട്ട് വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലൊരു കംപ്ലൈൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നേരെ വാഹനം സൈഡിലോട്ട് ഒതുക്കുക. ഏറ്റവും അടുത്തുനിന്നുള്ള റോഡ് അസിസ്റ്റൻസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ കംപ്ലൈൻറ്റ് തീർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുറച്ചുകൂടെ ഓടുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചുകൊണ്ട് നടന്നാൽ പണി കിട്ടുന്ന വഴി അറിയില്ല. അപ്പം നമുക്കിത് മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ AC കട്ട് ഓഫാണ്. അതായത് നമ്മൾ AC കിട്ടി നല്ല തണുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് AC കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ AC ഒക്കെ ഓൺ ആക്കിയിട്ട് AC ഓൺ ആവുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക വാഹനം ഓവർ ഹീറ്റ് കാണിച്ചു തുടങ്ങി. ഒരു പരിധിയിൽ കൂടുതൽ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വാർണിംഗ് ലൈറ്റ് കാണിക്കത്തുള്ളൂ. അന്നേരം ഏകദേശം ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ഹീറ്റായി തുടങ്ങി, അല്ലെങ്കിൽ ആ ഓവർ ഹീറ്റിൻ്റെ പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AC എപ്പോഴെങ്കിലും കട്ട് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിംറ്റം ആകാം. അതുകൊണ്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാവുള്ളൂ. ACയിൽ ഗ്യാസ് പോവുക അല്ലെങ്കിൽ കംപ്രസറിന് കംപ്ലയിൻറ്റ് വന്നാലോ ഒക്കെ AC വർക്ക് ചെയ്യാതെ വരും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം.